ഹായ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിൽ വമ്പയർ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് വമ്പയർ തലേന്ന് തന്നെ കുതിരാൻ വെച്ചിരുന്നു. അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള അരിഞ്ഞത് വേണം, പച്ചമുളക് 2 വേണം. എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി. പിന്നെ ഇത് വെളുത്തുള്ളിയാണ്. 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചതച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ സോഫ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഉള്ളി ഒരു മീഡിയം സൈസുള്ള ഉള്ളിയായിരുന്നു. അത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഈ ഒരു ഭാഗം ബാക്കിയുണ്ട്. ബാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഈ ഒരു വമ്പയറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. പിന്നെ ഇതിൽ മുളക് പൊടിയൊന്നും ഇപ്പോൾ ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 കപ്പ് മമ്പയറുണ്ട്, അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. കുക്കർ ആവിയൊന്നും പോവാത്ത രീതിയിൽ വേണം കേട്ടോ അടച്ചു വെക്കാൻ, എന്നാലേ 4-5 വിസിലൊക്കെ ആകുമ്പോൾ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ദോശയിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് കുറവുമല്ല, എന്നാൽ വെള്ളം ഉണ്ടേനും ആ ഒരു രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇളയ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വമ്പയറും കൂടെ ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിൽ ചെറിയൊരു കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി കടുകും കറിവേപ്പില ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഒരു പച്ചമണം മാറി വന്ന ഉടനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ടൈമിൽ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇനി വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ആ പച്ചമണം ഒന്ന് മാറി വരുന്ന ടൈം ആകുമ്പോൾ അത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആദ്യം ചെയ്യണം, അതായത് നമ്മൾ ആ കടുകിട്ട് പൊട്ടിക്കുന്ന ആ ടൈമിൽ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനപ്പോൾ മറന്നു പോയതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മളെ കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ച കറികളൊക്കെ ഉണ്ടാക്കില്ലേ, വെള്ളരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ലാസ്റ്റ് കടുക് ഇടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ കറിക്ക്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വമ്പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.